ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ തേർഡ് ചാപ്റ്ററിൽ പാരഡൈം ഷിഫ്റ്റ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത് റെഗുലറായിട്ട് ഇങ്ങനെ ചോദിച്ചു വരുന്നൊരു ക്വസ്റ്റ്യനാണ്. അതായത് കുൻസ് പാരഡൈം ഷിഫ്റ്റ്, പാരഡൈം ടു സോഷ്യോളജി, പാരഡൈം സിഗ്നിഫിക്കൻസ് ഇൻ സോഷ്യൽ അനാലിസിസ് എന്നൊക്കെ പറഞ്ഞിട്ട് സെയിം ആൻസേഴ്സാണ് അതിലൊക്കെ വരുന്നത്. ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ടതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പാരഡൈം എന്താണ് എന്ന് നോക്കാം. ഒരു ഡിഗ്രി ലെവൽ 6th സെമ്മിലൊക്കെ ആകുമ്പോഴത്തേക്കിനും പാരഡൈം എന്താണെന്ന് പഠിപ്പിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ സിലബസിൻ്റെ ഭാഗമായിട്ടുണ്ടാവില്ല, അതുകൊണ്ട് തന്നെ ഞാനൊരു വീഡിയോ സെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിലും വളരെ സിമ്പിളായിട്ടാണ് പാരഡൈം എന്താണ് എന്ന് പറയുന്നത്. ആക്ച്വലി പാരഡൈമും പെർസ്പെക്റ്റീവ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും തമ്മിൽ ഇൻ്റർചേഞ്ചബിളായിട്ട് പല ബുക്സിലും ഉപയോഗിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ആക്ച്വലി ചെറിയ ഒരു ഡിഫറൻസ് അതിനുണ്ട്. ഓക്കെ, ഇപ്പം ഫോർ എക്സാമ്പിൾ പാരഡൈംസ് എന്ന് പറയുന്നത് ഒരു നിയതമായിട്ടുള്ള രീതിയാണ്. ഓക്കെ, അതായത് നിയതമായിട്ടുള്ള രീതി എന്ന് പറയുന്ന സമയത്ത് ഇറ്റ് ഈസ് അൺറിട്ടൺ, എഴുതപ്പെട്ടിട്ടില്ല, അലിഖിതമായിട്ടുള്ള ചില നിയമങ്ങൾ ഉള്ള ഒരു കാഴ്ചപ്പാട്. ഈ കാഴ്ചപ്പാടിലൂടെയാണ് ആളുകൾ ചില കാര്യങ്ങളെ നോക്കിക്കാണുന്നത്. ഓക്കെ, ഇപ്പം ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരേ രീതിക്ക് കുറേ പേര് ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിനെ ബേസ് ചെയ്തുകൊണ്ട് അത് ശരിയാണെന്ന് അവരെല്ലാവരും വിശ്വസിക്കുകയും ആ രീതിയാണ് ശരിയെന്ന് വിശ്വസിക്കുകയും അതിനെ ബേസ് ചെയ്തുകൊണ്ട് സയൻറ്റിഫിക് ആയിട്ടുള്ള ഇൻവെൻഷൻസ് നടത്തുകയും പ്രൂവ് ചെയ്യാൻ ട്രൈ ചെയ്യുകയും ഒക്കെ ചെയ്യുകയാണ്. ഓക്കെ, അങ്ങനെയുള്ള ആ ഒരു അലിഖിതമായിട്ടുള്ളൊരു ഫ്രെയിം വർക്കിനെ നമുക്ക് എന്ത് വിളിക്കാം? പാരഡൈം എന്ന് വിളിക്കാം. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു പെർസ്പെക്റ്റീവ് എന്നത് പാരഡൈമിന് പകരമായിട്ട് പലയിടത്തും ഉപയോഗിച്ച് കാണുന്നുണ്ട്. പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാഴ്ചപ്പാടാണ് കേട്ടോ. ദർ ഇസ് എ സ്ലൈറ്റ് ഡിഫറൻസ് ഇൻ ദാറ്റ്. കാഴ്ചപ്പാടിന് ഒരു എവിഡൻസിൻ്റെ പിൻബലമുണ്ട്, വ്യക്തതയുണ്ട്. അതേസമയം പാരഡൈമിന് അത് ചില എന്താ പറയുക സ്റ്റേറ്റ്മെൻറ്റ്സ് വഴിയാണ് അത് പറയപ്പെടുന്നത്. അല്ലാണ്ട് അതിനൊരു ഇതാണ് ശരി എന്ന് നമുക്ക് സമർത്ഥിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും പാരഡൈമിനെ സംബന്ധിച്ചിടത്തോളം. അതൊരു ഇറ്റ് ഈസ് ഓൺലി മിയർലി എ ഫ്രെയിം വർക്ക്. ഓക്കെ, അപ്പം പാരഡൈം ഷിഫ്റ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? അതായത് പാരഡൈം ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു പാരഡൈമിൽ നിന്ന് മറ്റൊരു പാരഡൈമിലേക്ക് ചിന്തിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ. ഓക്കെ, അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഈ LGBTQനെ പറ്റിയിട്ട് ഉള്ള നമ്മുടെ കാഴ്ചപ്പാട് കുറച്ച് കാലങ്ങൾക്ക് മുൻപ് വരെ ഉണ്ടായിരുന്നതല്ല ഇപ്പോഴുള്ളത്. റിസർച്ചുകൾ കൂടുതൽ നടക്കുകയും നമ്മൾ ധരിച്ചു വച്ചിരുന്നതൊന്നും ശരിയല്ല എന്ന് നമുക്ക് തന്നെ ബോധ്യമാവുകയും ചെയ്തതിൻ്റെ വെളിച്ചത്തിൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്, നമ്മുടെ പുതിയ തലമുറ ചിന്തിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ്. അതൊരു പാരഡൈം ഷിഫ്റ്റാണ് ആക്ച്വലി. ഓക്കെ, അപ്പം അത്തരത്തിലുള്ള എന്താ പറയുന്നത്, ഒരു പാരഡൈം മറ്റൊരു പാരഡൈമിനെ കവച്ചു വയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ അത് ഒന്ന് തെറ്റാണെന്ന് സ്ഥാപിച്ച് അതിൻ്റെ മുകളിൽ ആധിപത്യം പുലർത്തുമ്പോഴാണ് പാരഡൈം ഷിഫ്റ്റുകൾ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ പോകെ അതിൻ്റെ ഡീറ്റെയിലിംഗ് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. ഓക്കെ, സോ പാരഡൈം ഇസ് എ സെറ്റ് ഓഫ് പ്രപ്പോസിഷൻസ് ദാറ്റ് എക്സ്പ്ലെയിൻസ് ഹൗ ദ വേൾഡ് ഇസ് പെർസീവ്ഡ്. ഒരു ലോകം എങ്ങനെയാണ് പെർസീവ് ചെയ്യേണ്ടത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് പ്രിപ്പോസിഷൻസ് ആണ് എന്തെന്ന് പറയുന്നത്, പ്രസ്താവനകളാണ് പാരഡൈംസ്. ഓക്കെ, ഇനി പാരഡൈംസിനുള്ള കുറച്ച് ഫേസസിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. പാരഡൈം ഫേസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പാരഡൈം ഉണ്ടാവുകയും അതിൽ കുറച്ച് തിയറീസ് ഉണ്ടാവുകയും അത് ഫാക്റ്റുകളായിട്ട് അംഗീകരിക്കപ്പെടുകയൊക്കെ ചെയ്യുന്നൊരു കാലഘട്ടം, അതാണ് പാരഡൈം ഫേസ് എന്ന് പറയുന്നത്. പിന്നീട് രണ്ടാമത്തെ സ്റ്റേജായിട്ട് പ്രൊഫഷണലൈസേഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേജാണ് വരുന്നത്. ഇവിടെ കുറച്ചും കൂടെ പ്രൊഫഷണൽ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്, ഈ ഓരോ തിയറിയുടെ ഈ ഫാക്റ്റിൻ്റെ പുറത്ത് പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുകയും കുറച്ച് ടെക്നിക്സ് ഒക്കെ ഉപയോഗിച്ച് അതിനെപ്പറ്റി പഠിക്കുകയൊക്കെ ചെയ്യുന്നൊരു സ്റ്റേജാണ് പ്രൊഫഷണലൈസേഷൻ. ഡീറ്റെയിലിംഗ് ഒന്നും നമുക്ക് വേണ്ട കേട്ടോ, അതുകൊണ്ടാണ് കൂടുതൽ ആഴങ്ങളിലേക്ക് പോകാത്തത്. നെക്സ്റ്റ് ഇസ് പാരഡൈം ഫേസ് 1. അതായത് കുറച്ച് ആളുകൾ ഈ ഒരു പർട്ടിക്കുലർ പാരഡൈമിനെ ഫോളോ ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെയാണ് അത് എസ്റ്റാബ്ലിഷ് ആവുന്നത്. അപ്പം നമുക്ക് ഒരാൾ പറഞ്ഞ കാര്യം എന്താ പറയുന്നത്, ആദ്യം ആരും മൈൻഡ് ചെയ്യുന്നൊന്നുമില്ല, പിന്നീട് അതിനെ പറ്റിയിട്ട് റിസർച്ചുകളൊക്കെ ഉണ്ടാവുന്നു, പിന്നീട് ആളുകൾ ഗ്രാജുവലി അത് വിശ്വസിക്കാൻ തുടങ്ങുന്നു, അതിനെ ഫോളോ ചെയ്യുന്നു. അപ്പോൾ പാരഡൈം ഫേസ് 1 ആയി. നെക്സ്റ്റ് ക്രൈസിസ് പീരീഡാണ്.
അപ്പോൾ ഈ ക്രൈസിസ് ഫേസ് എന്ന് പറയുന്ന സമയത്ത് ചില പാരഡൈമുകൾ ശരിയല്ല എന്ന് ആളുകൾക്ക് തോന്നി തുടങ്ങുന്നൊരു കാലഘട്ടമാണ് ക്രൈസിസ് ഫേസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു എ ഈസ് ഈക്വൽ ടു ബി എന്ന് പറയുന്നത് ഒരു പാരഡൈം ആണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ ബി ഈസ് ഈക്വൽ ടു സി എന്നതും ശരിയായിരിക്കും എന്നുള്ളൊരു ഒരു കാഴ്ചപ്പാട് ആളുകൾക്കിടയിൽ ഉണ്ടാവുകയും അങ്ങനെ അത് ലോകം മുഴുവൻ അംഗീകരിക്കപ്പെടുകയൊക്കെ ചെയ്തു വരുന്ന ഒരു സാഹചര്യത്തിൽ അതിനെക്കുറിച്ച് കൂടുതൽ റിസർച്ച് ഉണ്ടാവുന്നു. ആ റിസർച്ചിൽ തെളിയിക്കപ്പെടുകയാണ് ബി ഈസ് നോട്ട് ഓൾവേസ് ഈസ് ഈക്വൽ ടു സി. എപ്പോഴും ബി ഈക്വൽ ടു സി എന്നത് ശരിയാവണമെന്നില്ല, അല്ലെങ്കിൽ എ ഈസ് ഈക്വൽ ടു സി എന്നത് ശരിയാവണമെന്നില്ല എന്നുള്ള രീതിയിൽ ഒരു പരീക്ഷണത്തിനിടയിൽ അങ്ങനെ ഒരു ഔട്ട്കം റിസൾട്ട് ഉണ്ടാവുകയാണ്. ആ സമയത്ത് എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ചിന്താഗതികളാകെ മാറുകയല്ലേ, തകിടം മറിയാണ് അല്ലേ. അപ്പം അത്തരത്തിലുള്ളൊരു തകിടം മറിയലാണ് എന്താ പറയുക, ക്രൈസിസ് ഫേസ് എന്ന് പറയുന്നത്. അനോമലീസ് എന്നാണ് പറയുക. അപ്പോൾ അത്തരത്തിലുള്ള എന്താ പറയുന്നത് വൈരുദ്ധ്യങ്ങൾ ഉണ്ടായി വരുന്നൊരു ഫേസിനെയാണ് ക്രൈസിസ് ഫേസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പാരഡൈം ഫേസ് 2 ആണ്, അതായത് പുതിയ ഐഡിയ ഉരുത്തിരിയുന്ന ഒരു കാലഘട്ടം. ഓക്കെ, അപ്പം ഈ 5th സ്റ്റേജിൻ്റെയും 6th സ്റ്റേജും ഒരു ലൂപ്പ് പോലെയാണ് എന്നാണ് പറയുന്നത്. കാരണം അത് പുതിയതായിട്ട് ഉണ്ടായി വരുന്നു. അപ്പം സയൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഇപ്പം നമ്മൾ 21ാം നൂറ്റാണ്ടായിട്ട് നമ്മുടെ സയൻറ്റിഫിക് ആയിട്ടുള്ള അന്വേഷണങ്ങൾ നിർത്തുന്നില്ല. ഇപ്പോൾ നമുക്ക് തോന്നും ഇനിയിപ്പോൾ എന്താ കണ്ടുപിടിക്കാനുള്ളതെന്ന്. പക്ഷെ നാളെ പുതിയൊരു കണ്ടുപിടുത്തം ഉണ്ടായേക്കാം. ഫോണ് കണ്ടുപിടിച്ച സമയത്ത്, അല്ലെങ്കിൽ ഒരു കറക്കി വിളിക്കുന്നൊരു ടെലിഫോൺ കണ്ടുപിടിച്ച സമയത്ത് ദാറ്റ് ഈസ് ദ എൻഡ് എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്മാർട്ട് ഫോണുകൾ വരുന്നു നമ്മൾ വിചാരിച്ചു പോലും ഉണ്ടായിരുന്നില്ല അല്ലേ. അപ്പോൾ അതുപോലെ പെട്ടെന്ന് പുതിയൊരു കണ്ടുപിടുത്തം വന്നു, ആളുകളെ കണ്ടുകൊണ്ട് വർത്താനം പറയാൻ പറ്റും എന്നുള്ളൊരു നില വന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ കണ്ടുപിടുത്തത്തിന് നാളെ എന്തായിരിക്കും? ടച്ച് ചെയ്യാൻ പറ്റുമോ, സ്മെൽ ചെയ്യാൻ പറ്റുമോ, ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ. അപ്പം ഇതുള്ളത് മുഴുവനും എന്തല്ല, അക്യുമുലേറ്റീവ് ആയിട്ടുള്ളൊരു സയൻസ് അല്ല. സയൻസ് എന്ന് പറയുമ്പം സയൻറ്റിഫിക് ആയിട്ടുള്ള ഡിസ്കവറീസ് അല്ലെങ്കിൽ ഇൻവെൻഷൻസ് എന്ന് പറയുന്ന സമയത്ത് അത് ക്യുമുലേറ്റീവ് ഫാഷനിലാണ് പോകുന്നത് എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ടായിരുന്നു. കാരണം ഇത് എന്താ പറയുന്നത്, ആവിയന്ത്രം കണ്ടുപിടിക്കുന്നു, അതിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അടുത്തത് കണ്ടുപിടിക്കുന്നു, അങ്ങനെയല്ല സത്യത്തിൽ അത് പോയിട്ടുള്ളത്. ഒരു ഘട്ടത്തിൽ വെച്ചിട്ട് അതിനേക്കാളും സിമ്പിളായിട്ടുള്ളൊരു വേർഷനിലേക്ക് നമ്മൾ ഡൈവേർഷൻ ഉണ്ടായിട്ടുണ്ട്, പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പല കാര്യങ്ങളും അതുവരെ യൂസ് ചെയ്തത് നിർത്തി വെച്ചിട്ട് ഒരു ന്യൂ ബിഗിനിങ് ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതിനെയൊക്കെയാണ് പാരഡൈം ഷിഫ്റ്റ് എന്ന് പറയുക. ഇപ്പോൾ ആവിയന്ത്രം എന്ന് പറയുന്നത് ഇപ്പോൾ വാട്ടർ പവർ അല്ലെങ്കിൽ സ്റ്റീം കൊണ്ട് മാത്രമാണ് യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നത് എന്നുള്ളൊരു വിശ്വാസം അക്കാലത്ത് ഉണ്ടാവുകയും അതിൻ്റെ പുറത്ത് ഒരുപാട് യന്ത്രങ്ങൾ, ഇപ്പം ട്രെയിൻ അല്ലെങ്കിൽ കപ്പലോടിക്കാൻ അല്ലെങ്കിൽ മറ്റേതെങ്കിലും യന്ത്രം ഉണ്ടാക്കുന്നു, അങ്ങനെ നിരവധിയായിട്ടുള്ള യന്ത്രങ്ങളിലേക്കൊക്കെ ഈ ആവി എന്ന് പറയുന്ന എനർജി യൂസ് ചെയ്തിട്ട് ചെയ്യാം എന്നുള്ള ആ ഒരു പാരഡൈം ഇങ്ങനെ നിലനിൽക്കുകയാണ് പെട്ടെന്ന് എന്ത് ചെയ്യുന്നത്, മറ്റ് ഫ്യൂവൽസ് യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാം. പിന്നെ അവിടെ നിന്ന് പെട്ടെന്നൊരു ഷിഫ്റ്റ് ഉണ്ടാവുകയാണ്, ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ഒരു റെവല്യൂഷണറി ആയിട്ടുള്ളൊരു ഫേസ് ഉണ്ടാവുന്നു. അപ്പം ഇത്തരത്തിലുള്ള ഷിഫ്റ്റുകൾ ഓരോ കാലഘട്ടങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനൊക്കെയാണ് പാരഡൈം ഷിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ആവി യന്ത്രം എന്നുള്ള ആ ഒരു പാരഡൈമിൽ നിന്ന് ടോട്ടൽ ഷിഫ്റ്റാണ് ഉണ്ടാവുന്നത് ഫ്യൂവൽ എഞ്ചിൻ കണ്ടുപിടിക്കുന്നതോടുകൂടി. ടോട്ടൽ ഷിഫ്റ്റാണ് ഉണ്ടാവുന്നത് ഇലക്ട്രിസിറ്റി കണ്ടുപിടിക്കുന്നതോട്. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ മറ്റൊരു വേർഷനായിരുന്നു. അപ്പം ഇത്തരത്തിലുള്ള പാരഡൈം ഷിഫ്റ്റുകളിലൂടെയാണ് സയൻസ് അഡ്വാൻസ് ചെയ്യുന്നത്. 1970s ഇത്തരത്തിലുള്ളൊരു പാരഡൈം ഷിഫ്റ്റാണ് സോഷ്യൽ സയൻറ്റിസ്റ്റുകളൊക്കെ ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ സോഷ്യോളജിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പാരഡൈം ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, 1983 ഹഗറ്റ് എന്ന് പറയുന്ന സോഷ്യൽ സയൻറ്റിസ്റ്റാണ് പാരഡൈം ഇറ്റ്സ് എ കൈൻഡ് ഓഫ് സൂപ്പർ മോഡൽ എന്ന് ഡിഫൈൻ ചെയ്തത്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ 2 ടൈപ്പ് ഓഫ് പാരഡൈം ആണുള്ളത്, പോസിറ്റീവ് ആൻഡ് ഇൻറ്റഗ്രേറ്റീവ്. പോസിറ്റീവ് എന്ന് പറയുന്നത് ഒരു ഓൾഡ് ടൈപ്പ്, നിങ്ങൾ പോസിറ്റീവ് ഫിലോസഫി ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. ഓൾഡ് ഫോമാണ്. ദുർഖൈമും കോംറ്റെയും ഒക്കെയാണ് ആക്റ്റീവായിട്ട് അത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു പാരഡൈം എന്ന് പറയുന്നത്.
റിയാലിറ്റി എന്നത് നമ്മൾ സെൻസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലൂടെയാണ് മുന്നേറുന്നത് എന്നുള്ള രീതിയിലൊക്കെയാണ് പോസിറ്റീവ് ഫിലോസഫി വരുന്നത്. അതായത് നിരീക്ഷണം, പരീക്ഷണം, ഒബ്സർവേഷൻ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് സയൻസിനെ കാണേണ്ടത് എന്നുള്ള ഒരു അക്കാലത്തെ പുതിയൊരു ചിന്താഗതിയായിരുന്നു പോസിറ്റിവിസം എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഒരു കൈൻഡ് ഓഫ് പാരഡൈമാണ്. ഓക്കെ. അതേസമയം ഇൻ്റർപ്രിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ വിശകലനാത്മകമായിട്ടുള്ളത്, അതായത് കണ്ടംപററി ആയിട്ടുള്ള ഒരു ടൈപ്പോളജിയാണ്, പാരഡൈമിൻ്റെ ഒരു ടൈപ്പോളജിയാണ് ഇൻ്റർപ്രിറ്റേറ്റീവ് എന്ന് പറയുന്നത്. വെബറാണ് പ്രധാനമായിട്ട്, നമുക്കറിയാം ദിൽത്തി ആൻഡ് വെബർ ഇവരൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് വെബറാണ് കുറച്ചും കൂടെ പരിചിതനായിട്ടുള്ള വ്യക്തി. വെബറിൻ്റെ സോഷ്യൽ ആക്ഷൻ തിയറിയൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവാം, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. റിയാലിറ്റി എപ്പോഴും മനുഷ്യൻ്റെ മനസ്സിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത്. അതായത് നമ്മൾ എന്താണോ സോഷ്യൽ ഇൻറ്ററാക്ഷനിലൂടെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ വിശകലനം ചെയ്തെടുക്കേണ്ടുന്നത്. അപ്പോൾ കുറച്ചും കൂടെ സൈക്കോ അനാലിസിസോ അല്ലെങ്കിൽ എന്താ പറയുക സിംബോളിക് ഇൻറ്ററാക്ഷനിസോ ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു പഠനം, അതായത് അതിൻ്റെയൊക്കെ തുടക്കം ആണ് ഇതെന്ന് നമുക്ക് പറയാം. ഓക്കെ. അപ്പം അതിനെപ്പറ്റി ഡീറ്റെയിലിംഗ് ഒന്നും ഇല്ല കേട്ടോ, ഇത്രയും മനസ്സിലാക്കിയാൽ മാത്രം മതി. ഓക്കെ. അപ്പം ഇൻ്റർപ്രിറ്റേറ്റീവ് എന്നും അതുപോലെ തന്നെ പോസിറ്റീവ് എന്നുമുള്ള രണ്ട് ടൈപ്പാണ് ഹാഗറ്റ് പാരഡൈമിനെ കുറിച്ച് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ. രണ്ട് ആസ്പെക്ട്സ് ആണ് പാരഡൈമിനുള്ളത്. ഫസ്റ്റ് വൺ ഇസ് ഗ്ലോബൽ ആസ്പെക്ട് ആൻഡ് ദ ലോക്കൽ ആസ്പെക്ട്. ഓക്കെ.